ശ്രീ ഡേവിഡ് വിജയാണ് പള്ളുരുത്തിയിൽ നിന്ന്. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾ പറഞ്ഞോളൂ. താങ്കൾ ഈ കേരളത്തിൽ ഇത്രയും ശുദ്ധനായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കിരൺ ബാബു എന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ നിന്ന് തന്നെയല്ലേ? എന്ത് പറ്റി പറഞ്ഞോളൂ. കേരളത്തുകാരന്റെ സ്വഭാവം അറിഞ്ഞൂടെ? കാശ് മേടിച്ച് പോക്കറ്റിലിടും, എവിടെ നിന്ന് കിട്ടിയാലും മേടിക്കും. എന്നിട്ട് ആ തന്നതാരാണോ അവന്റെ ഓപ്പോസിറ്റ് കക്ഷിക്ക് വേണ്ടി വോട്ടും ചെയ്യും പോയിട്ട്. അതാണ് കേരളത്തുകാരന്റെ സ്വഭാവം. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ബ്രൈബ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും അവൻ ആ കൊടുത്ത കാശിനുള്ള നീതി പാലിക്കും. ഇവിടെ അങ്ങനെയല്ല. ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ കാശും മേടിച്ച് പോക്കറ്റിലും കിട്ടാവുന്ന എല്ലായിടത്തുനിന്നും എല്ലാവരുടെ കയ്യിൽ നിന്നും മേടിക്കും. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അതല്ലേ നല്ല കാര്യം. ഇവിടെ അങ്ങനെ ചെയ്യുന്നവരാണ് കേരളത്തിലുള്ളവർ. അതല്ലേ വോട്ട് വിൽക്കുന്നതിന് പകരം അങ്ങനെ കാര്യം ചെയ്തോട്ടെ. എനിക്കറിയില്ല, അങ്ങനെ ചെയ്യുന്നതല്ലേ മറ്റതിനേക്കാൾ, വോട്ട് വിൽക്കുന്നതിനേക്കാൾ നല്ലത് മേടിച്ചവർക്ക് ഇഷ്ടമുള്ളത് വോട്ട് ചെയ്യുന്നു. കൈക്കൂലിയല്ലേ കൊണ്ടുവരുന്നത്. അത് മേടിക്കുന്നത് തെറ്റാണ്. അത് നമ്മളൊരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞാൻ തമിഴ്നാട്ടിലുണ്ടായിരുന്നാണ്. തമിഴ്നാട്ടിൽ കൊടുത്താൽ അവരൊന്നുമില്ലെങ്കിൽ കുറച്ച് സത്യസന്ധത പാലിക്കും. ആ കൊടുക്കുന്നവന്റെ കക്ഷിക്കെങ്കിലും വോട്ട് ചെയ്യും. ഇപ്പൊ ഒരു ന്യൂസ് ഫ്ലാഷ് വന്നിട്ടുണ്ട് ടി വിയിൽ. മാറാടോ ബേപ്പൂരെടുത്തങ്ങാണ്ട് ഇതുമാതിരി കാശ് വിതരണം ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട്. അത് UDFന്റെ പേരിലാണ് അരിവേഷം വന്നിരിക്കുന്നത്. അപ്പോ ഇതൊന്നും അറിയാം. അതേപോലെ കുറച്ച് നാളുകൾക്ക് മുമ്പ് TP സിന്ധുമോൾ ഉണ്ടല്ലോ, ഇവിടുത്തെ BJPയുടെ എറണാകുളത്തെ, അവര് പ്രസംഗിക്കുന്ന ഞാൻ കേട്ട ഏറ്റവും കൂടുതൽ മുദ്രാ ലോണുകൾ ഞങ്ങൾ എന്തല്ലോ അതിന്റെ കാര്യം എനിക്കറിഞ്ഞൂടെ. എന്താ മുദ്രാ ലോൺ എന്നോ പ്രധാനമന്ത്രി മുദ്രാ ലോൺ വാങ്ങി കൊടുത്തു എന്നൊക്കെ പറയുന്നതിനകത്ത് അതല്ല, മലപ്പുറം ജില്ലയിലാണെന്ന്. അപ്പൊ ഞങ്ങൾക്ക് ശ്രീനിവാസനാണ്, തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീനിവാസൻ, കേരളത്തിലെ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു സ്ഥാനാർത്ഥി അടക്കം ഉള്ള ആളുകൾ ഇങ്ങനെ ഒരു ദൃശ്യത്തിൽ കുടുങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം, അത് ആദ്യമാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞ ജനാധിപത്യത്തിന് അട്ടിമറിച്ചില്ലല്ലേ? ഇവിടെ ജനാധിപത്യവൽക്കരണം ശരിക്കും പറഞ്ഞ ഒഴിച്ചു മതിച്ച് കാണിച്ചു കൊടുത്തതാണ് ശോഭാ സുരേന്ദ്രൻ. ദൃശ്യങ്ങൾക്ക് കറക്റ്റ് അല്ലേ? ദൃശ്യങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലോ, സാരി വാങ്ങിച്ചൊക്കെ കൊടുക്കുന്നത്. അവര് വല്ലാണ്ട് ഭയങ്കര ശോഭിതമായിട്ട് വല്ലേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഉള്ളത് തന്നെയാ. കരണം കുറ്റിയൊക്കെ അടിച്ചു പൊളിക്കുന്നൊക്കെ പറഞ്ഞ ഇതെന്തൊരു ജനാധിപത്യം? ഇതൊക്കെ ഒരു സ്ഥാനാർത്ഥിക്ക് പറ്റുമോ ഇതൊക്കെ ചെയ്യാനായിട്ട്? വളരെയധികം അവലംബിച്ചുകൊണ്ട് ഞാൻ ഇതിനെ പ്രതിഷേധിക്കുന്നു സാർ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ജോസ് ആണ് ചാലക്കുടിയിൽ നിന്നും. ശ്രീ ജോസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ദൃശ്യങ്ങൾ കാണുകയും ശോഭാ സുരേന്ദ്രന്റെ അവകാശവാദങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ?